ഹായ് സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഞങ്ങളുടെ കായംകുളക്കാരുടെ സ്വന്തം പാർക്കായ മത്സ്യകന്യക പാർക്കിലേക്കാണ് കേട്ടോ. ഇവിടുത്തെ വിശേഷങ്ങൾ പറയാനാണെങ്കിൽ ഒത്തിരി വിശേഷങ്ങളുണ്ട് കേട്ടോ. ദേ ഇവിടെ നിന്ന് ദേ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ നല്ല സൂപ്പർ വ്യൂ ആണ് കേട്ടോ. ഇവിടെ നെഹ്റു ട്രോഫി വള്ളംകളിയൊക്കെ നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ ഫുള്ള് പോച്ച കയറി കാട് കയറി നശിച്ച് കിടക്കുക കേട്ടോ. സാമൂഹ്യ വിരുദ്ധരായ മനുഷ്യന്മാരുടെ കയ്യിലാണ് ഇപ്പം ഈ പാർക്കുള്ളത്. മറ്റേത് വൈകുന്നേരങ്ങളിലൊക്കെ കുടുംബവും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് കുറേ നേരം സ്പെൻഡ് ചെയ്യാനും കുട്ടികൾക്ക് ആവശ്യമായ റൈഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പോൾ അതെല്ലാം ഇവിടുത്തെ സാമൂഹ്യ വിരുദ്ധർ വന്ന് നശിപ്പിച്ച് തല്ലി പൊട്ടിച്ച് നശിപ്പിച്ചിട്ടേക്കുവാണ് കേട്ടോ. മയക്കുമരുന്ന് മുതൽ ഇങ്ങ് പെണ്ണുപിടി വരെ ഉണ്ട് ദേ ഇവിടെ. അതിന് പറ്റിയൊരു സാഹചര്യത്തിലേക്ക് ദേ ഈ ചുറ്റുവട്ടം മൊത്തം മാറിയിട്ടുമുണ്ട്. കാടുകളാണ്, ഫുള്ള് കാടുകളാണ്. കോടികൾ മുടക്കി പണിത എല്ലാ സംരംഭങ്ങളും ഇതുപോലെ തന്നെയാണ്. ഇവിടെ സർക്കാരിൻ്റെ ഒരു എത്തിനോട്ടം ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഇവിടെ അത്രത്തോളം നടക്കുന്നത് മോശകരമായ കാര്യങ്ങളാണ്. പോരാത്തതിന് ഇപ്പോൾ 2-3 ക്യാമറയും അവിടെ ഇവിടെയൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതൊന്നും വകവെക്കാതെ സ്കൂളുകളിൽ നിന്നും കോളേജുകളിൽ നിന്നും ഒക്കെ ഒത്തിരി ആൺകുട്ടികളും പെൺകുട്ടികളും വന്നിട്ട് അവരിവിടെ കാട്ടിക്കൂട്ടുന്ന വേലയൊക്കെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് തന്നെ നാറ്റമാണ്. അത്രയും മോശപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ ഇടയ്ക്ക് ഈ പിങ്ക് പോലീസിൻ്റെയൊക്കെ പിന്നെ സന്ദർശനമൊക്കെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും യാതൊരുവിധ വിലയും ഇല്ലാത്ത രീതിയിലാണ് ഇവിടെ ഓരോ ആൾക്കാരും ഓരോരുത്തരും വന്നിരുന്ന് കാണിക്കുന്ന പല പ്രക്രിയകളും. സ്കൂൾ യൂണിഫോമിൽ വരെ ഈ പിന്നെ കുട്ടികളൊക്കെ വന്നിട്ട് മണിക്കൂറുകളോളം, അതായത് ഈവനിങ് ടൈം വരെ ഇവിടെ ഇരുന്ന് അവർ സമയം കളയുന്നതൊക്കെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ മയക്കുമരുന്നടിയുടെയും കഞ്ചാവിൻ്റെയൊക്കെ എനിക്കൊന്ന് തൂഫാൻ എത്തിപ്പെട്ടിട്ടില്ലെന്ന് തോന്നുന്നു കായംകുളത്തേക്ക്. അത്രത്തോളം മോശമായൊരു സിറ്റുവേഷനാണ്. കായലിലെ അവസ്ഥയാണെങ്കിൽ പറയവും വേണ്ട. കുപ്പിയും ബഹളവും വേസ്റ്റും എന്തൊക്കെയുണ്ട്. ഈ നാട്ടിലെ സകല വേസ്റ്റും എനിക്ക് തോന്നുന്നത് കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് ഈ കായലിലാണെന്ന് തോന്നുന്നത്. കാരണം ആ കായൽ അത്രത്തോളം ദുർഗന്ധം വമിക്കുന്ന ഒരു പിന്നെ അവസ്ഥയിലേക്ക് ആ കായൽ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇപ്പം മത്സ്യകന്യകയുടെ കാര്യം പറഞ്ഞാൽ ഇത് നിർമ്മിച്ച ആ ആളുടെ കുടുംബം പണയം വെച്ചിട്ടാണ് ഇത് നിർമ്മിച്ചതെന്ന്, ഈ ശില്പം നിർമ്മിച്ചതെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. കറക്റ്റായിട്ട് എനിക്ക് അതിനെപ്പറ്റി അറിയില്ല. അതിൻ്റെ അവസ്ഥ ഏതാണ്ട് പരിതാപകരമാണ്. അത് ഏതോ കുറേ നശിച്ച രീതിയിലാണ്. പിന്നെ പട്ടികൾക്ക് റെസ്റ്റ് എടുക്കാൻ, അതായത് തെരുവ് നായ്ക്കൾക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യവും ഇപ്പോൾ അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാൻ രാവിലെ ഒരു 10 മണിക്കാണ് ഇതുവഴി പോകുന്നത്. അപ്പോൾ തന്നെ ഇവിടെ ഈ സ്കൂൾ പിള്ളേരും കോളേജ് പിള്ളേരും ഒക്കെ ഒരുപാട് തമ്പടിച്ചിട്ടുണ്ട്. ദൂരെയൊക്കെ കാണുന്ന ചെറിയ ഷോപ്പ് പോലൊക്കെ നിർമ്മിച്ചിട്ടേക്കുന്നതിനകത്താണ് ഇവർ കൂടുതലും തമ്പടിച്ചിരിക്കുന്നത്. പിന്നെ കായലിലെ കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് മത്സ്യങ്ങൾ കിട്ടി ഒരുപാട് പേര് ജീവിച്ചുകൊണ്ടിരുന്ന ഒരു കായലും കൂടാണ്. ഇപ്പോൾ അതിൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ല. ഇത് കണ്ടില്ലേ, കൊച്ചുണ്ണിയുടെ സ്മാരകമായിട്ട്, കായംകുളം കൊച്ചുണ്ണിയുടെ സ്മാരകമായിട്ട് പണിയിട്ടേക്കുന്ന ഒരു സ്റ്റേഡിയമാണ്. അതും ഇപ്പം ഓപ്പൺ അല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ എന്തിനു വേണ്ടി പണിതതാണെന്ന് ആർക്കും അറിയില്ല. എന്തായാലും ഇതിൻ്റെ ചുറ്റും ഫുള്ളും കാട് പിടിച്ച് കിടക്കുക. കാടെന്ന് പറഞ്ഞാൽ പോരാ, അതിനകത്തോട്ട് എങ്ങനെ ഇറങ്ങരുത്, എന്നാൽ വിഷപ്പാമ്പുകളോ ഒക്കെ കാണും. എന്തായാലും ഞങ്ങൾ നേരെ വെളിയിലേക്ക് പോവുക. ഇതുണ്ട്, അത് അവിടെ 3 ക്യാമറയുണ്ട്. പക്ഷേ ഒരു കാര്യമില്ല, ക്യാമറയൊന്നും ഇപ്പോൾ ആർക്കും ഒരു പേടിയോ ഒന്നും ഇല്ലാത്ത ഒരു സാഹചര്യമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ കായംകുളം പാർക്ക്. ഇത്രയും മനോഹരമായൊരു പാർക്ക് ഈ ഒരു കോലത്തിലാക്കിയതിന് വളരെ 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 സന്തോഷമുള്ളൊരു കാര്യമാണ്. ഇനി ഇതൊക്കെ എപ്പോൾ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളൊരു ആലോചനയിലാണ് എല്ലാവരും. അപ്പം ഓക്കെ, ബൈ. ഞങ്ങൾ വേറെ